വാട്സ്ആപ്പ് ഫോക്സ് ഇന്ന് വീണ്ടും നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ 100-350 എന്നൊരു വേരിയൻ്റ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിനു മുമ്പേ നമ്മളൊരു വീഡിയോ 100ൻ്റെ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ബേസ് മോഡലായ റെട്രോ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. ആ ഒരു വേരിയൻ്റ് ആയിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത്. ആ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് 1000 വീഡിയോ ക്രോസ് ചെയ്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഒരു എൻഫീൽഡിൻ്റെ 100 ബൈക്ക് തരാമെന്ന് പറഞ്ഞപ്പം ഞാനത് മറിച്ചൊന്നും ചിന്തിക്കാതെ വീണ്ടും എടുക്കാമെന്ന് വെച്ച്. കാരണം ഒരു പ്രോത്സാഹനം കിട്ടിയ ഒരു ബൈക്കെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു 100-350. അതുപോലെ തന്നെ നമ്മൾ എൻഫീൽഡ് കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു കുഞ്ഞൻ ബൈക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? അതായത് എൻഫീൽഡ് വണ്ടികളിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് എന്ന് പറയുന്നത് 100 ആണ്. അതായത് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,60,000 തുടങ്ങിയിട്ട് ഒരു 2 lakhിനുള്ളിൽ നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് എന്നുള്ള പദവി എൻഫീൽഡിന്റെ ഇടയിൽ ഈ ഒരു 100-350 കൊണ്ട് കിട്ടും. ഈ ഒരു ബൈക്ക് വരുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് നേക്കഡ് കാറ്റഗറിയിലാണ്. കൊള്ളല്ലേ, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലേ. ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ തരാം കേട്ടോ. ഇപ്പൊ 100-350 എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പൊ മാർക്കറ്റിൽ 3 വേരിയന്റ് ആണ് 100-350 അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ബേസ് മോഡൽ എന്ന് പറയുന്നത് റെട്രോ ആണ്. റെട്രോയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഏറ്റവും ബേസ് മോഡലാണ്. ഇത് മിഡിലേക്ക് വരുന്ന സമയത്ത് മെട്രോ ഡാപ്പർ എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ ഉണ്ട്. അതും കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് മെട്രോ റേബൽ. അതായത് ഇപ്പം നമ്മളെ കിട്ടിയിരിക്കുന്ന ടോപ്പ് വേരിയന്റ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ഒരു ടോപ്പ് വേരിയന്റ് മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വരുന്നത് ഒരു LED പ്രൊജക്ടറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ടെലസ്കോപ്പി ഫോക്സ് ആണ് 41mm. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം കാണുന്ന പോലെ ട്വിൻ ട്യൂബ് എവല്യൂഷൻ ഷോക്ക് ഓപ്സാണ് വരുന്നത്. അതിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇതെല്ലാം ഈ പറയുന്ന നമ്മുടെ ബേസ് മോഡലും ഇതിലെല്ലാം സെയിം ആണ്. പക്ഷേ സെയിം അല്ലാത്തൊരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് നമ്മുടെ ബേസ് മോഡൽ വരുന്നത്. അവരതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ട്രഡീഷണൽ ഹാലജൻ ബൾബ്സ് ആണ്. പക്ഷേ മറ്റേ 2 ടോപ്പ് വേരിയന്റിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് LED പ്രൊജക്ടർ ലൈറ്റ് ആണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ABSന്റെ കാര്യത്തിലാണ്. ടോപ്പ് വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് അവരിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്യുവൽ ABS ചാനലാണ്. എന്നാൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള മോഡൽ വരുന്നത് സിംഗിൾ ചാനൽ ABS ആണ്. അതുപോലെ തന്നെ ബാക്കിൽ റിയർ എടുത്ത് നോക്കുവാണെങ്കിൽ ബേസിൽ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് വരുന്നുള്ളൂ. പക്ഷേ ബാക്കി 2 ടോപ്പ് വേരിയന്റിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ്. ഫ്രണ്ടിൽ കിടക്കുന്ന ഡിസ്ക് എന്ന് പറയുന്നത് 300mm, ബാക്കിലേക്ക് വരുമ്പോൾ അത് 270 മാറുന്നു. പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ട് പുറമേ നിന്ന്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീൽസ് ആണ്. ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്ത് അവരിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പോക്ക് വീൽസ് ആണ്. സ്പോക്ക് വീൽസ് വരുന്നതുകൊണ്ട് തന്നെ അതിൽ ട്യൂബ്ഡ് ടയർ ആയിരിക്കും വരുന്നത്. പക്ഷേ ബാക്കി 2 വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് അലോയ് വീൽസ് ആയിരിക്കും. അതുപോലെ തന്നെ വേറെ കാര്യമാണ് കളർ വേരിയന്റ്. കാരണം ടോപ്പ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് ഇത് 3 കളറിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ മിഡ് റേഞ്ചിലേക്ക് വരുന്ന സമയത്തും അവർ പ്രൊവൈഡ് ചെയ്യുന്ന 3 കളറാണ്. പിന്നെ ബേസ് മോഡലിൽ വരുന്നത് ഏകദേശം 2 കളർ വേരിയന്റിലാണ്. അതുപോലെ ടോപ്പ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് അവർ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് ടാങ്കിൽ ഡ്യുവൽ ടോൺ ആണ്. പുറമേ നിന്ന് ഞാൻ പറയുന്ന ഈ ഒരു വ്യത്യാസങ്ങൾ തന്നെ ഉള്ളൂ. ബാക്കി നമുക്ക് എഞ്ചിനും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പം ഇതിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് എൻഫീൽഡിൽ കണ്ടുവരുന്ന സെയിം എഞ്ചിൻ, അതായത് JCT എഞ്ചിനാണ് വരുന്നത്. ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്കാണ്. അതായത് 20 bhp പവറും 27 Nm ടോർക്കും ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് 5 സ്പീഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ്. പിന്നെ വേറെ സംഭവം കൊണ്ട് വരുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പർ ക്ലച്ച് വിത്ത് അസിസ്റ്റ് ആണ്. പക്ഷേ ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്ത് സ്ലിപ്പർ ക്ലച്ച് മാത്രമേ വരുന്നുള്ളൂ. അസിസ്റ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. ഈ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് ക്ലച്ചൊക്കെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ഫീൽ ചെയ്യും. അതായത് സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. പഴയ എൻഫീൽഡ് ഓടിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ക്ലച്ച് എൻഗേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ആദ്യത്തെ 2-3 വർഷമൊക്കെ ഓക്കെയാണ്. എന്നാലും ലോങ് പോകുന്ന സമയത്തോ സിറ്റി യൂസിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ക്ലച്ച് എൻഗേജ് ചെയ്ത് നമ്മുടെ കൈക്ക് നല്ല ഭയങ്കരമായിട്ട് വേദന എടുക്കാൻ തുടങ്ങും. ബാക്കി നമുക്ക് സീറ്റിൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് സിംഗിൾ സീറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കുഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കംഫർട്ടിലാണ് ഈ സാധനം വരുന്നത്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് റൈഡ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ലോങ് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഓരോ മൈൻഡ് സെറ്റും എല്ലാം വെച്ചതുപോലെ തന്നെ ഇരിക്കും. നമുക്ക് ബാക്കി കാര്യങ്ങൾ ബൈക്ക് കയറി തന്നെ സംസാരിക്കാം. ഈ ഒരു ബൈക്കിന് വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിന്റെ മറ്റു ബൈക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബൈക്ക് ഒരു കുഞ്ഞൻ ബൈക്കാണ് കേട്ടോ. കുഞ്ഞനൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. കാരണം വെയിറ്റിന്റെ കാര്യമായാലും ബാക്കി എന്താ പറയുക, നമുക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഭയങ്കര വലിയ ബൾക്കായിട്ട് കാര്യങ്ങളൊന്നുമല്ല. ഒരു കുഞ്ഞൻ ബൈക്ക്. ആ ഒരു ടയറൊക്കെ കാണുന്ന സമയത്തായാലും നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നും കേട്ടോ. കാരണം ഒരു കുഞ്ഞൻ ടയർ. അങ്ങോട്ട് വാട്ടോ.
ഇതിന്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് 13 ലിറ്റർ ആണ്. അതുപോലെ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 180 സംതിങ് ഉണ്ട്. ഭയങ്കര വലിയ വെയിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 719 സംതിങ് ആണ്. ഭയങ്കര വലിയ ഒന്നുമല്ല. എൻ്റെ ഫുട്ട് മൊത്തം നിലത്ത് മുട്ടിയാണ് നിൽക്കുന്നത്. ഇത് ഷോർട്ട് റൈഡേഴ്സിനും ഏറ്റവും ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് കാല് ഊതി നിലത്ത് നിൽക്കുക, പിന്നെ വലിയ വെയിറ്റും ഇല്ല. പിന്നെ നമ്മൾ മലയാളീസ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു കാര്യം, അതായത് ഫ്യൂൽ എഫിഷ്യൻസി. ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 35 to 40 ആണ്. അതുപോലെ തന്നെ വേറെ സാധനം കൂടെ അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 വാട്ടിന്റെ Type-C ചാർജിംഗ് പോർട്ടാണ്. നമുക്കിനി അടുത്ത ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോവാം. ഈ ടോപ്പ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീമിയം ട്രൈപോഡ് നാവിഗേഷൻ സിസ്റ്റം ആണ്. അതായത് ഈ ഒരു ചെറിയ കുഞ്ഞൻ മീറ്ററിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈം, ട്രിപ്പ്, അതുപോലെ നമുക്ക് നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. അത്യാവശ്യം വേണ്ട എല്ലാ സാധനം തന്നെ ഈ ഒരു കുഞ്ഞൻ മീറ്റർ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിലൊരു വൈസറും കൂടെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം വണ്ടിയുടെ ലുക്ക് തന്നെ മാറും കേട്ടോ. ബാക്കി നമുക്ക് നമ്മുടെ മീറ്റർ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ പറയുന്ന സ്വിച്ചും കാര്യങ്ങളെല്ലാം നമ്മളെപ്പോഴും കണ്ടുവരുന്ന നമ്മുടെ എൻഫീൽഡിലുള്ള സെയിം സാധനങ്ങളാണ്. അതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ മിറർ ആയാലും അവർ ഇത് ട്രഡീഷണൽ ആയിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ എൻഫീൽഡിന്റെ ഒരു ഐക്കോണിക് സിമ്പിളും കൂടിയാണ് കേട്ടോ, ഈ റൗണ്ട് മിറർ എന്നൊക്കെ പറയണത്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ്, ബാക്കിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം തന്നെ. അപ്പോൾ ഇത്ര എന്തായാലും എത്തിയില്ലേ, നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് കേട്ട് നോക്കാം. നിങ്ങൾ പഠിക്കുന്നതാണോ? ആ, ഫസ്റ്റ് ഇയർ ആണല്ലേ? ഓക്കെ. എവിടെയാണ്, ഹോസ്റ്റലാണോ? അതെ അല്ലേ? ഓക്കെ. ഞാൻ ഇറങ്ങി നിന്നിട്ട് സൂത്രം കാണിക്കാം. ഇതും റോയൽ എൻഫീൽഡ് കുടുംബത്തിൽ പെട്ടത് ആയതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ഒരു ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഏകദേശം ഗിയർ എല്ലാം കുറച്ച് അഗ്രസീവ് ആയിരിക്കും, അതായത് സൗണ്ടിന്റെ കാര്യത്തിൽ കേട്ടോ. പക്ഷെ ഒരു 5th ഗിയറിലേക്കൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ഉണ്ടാകുന്ന സൗണ്ട് എല്ലാം കമ്പാരിറ്റീവ്ലി മാറും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ബാ
നമുക്ക് ഈ വണ്ടി കിട്ടിയിരിക്കുന്നത് വെളിയത്തെ ഷോറൂമിൽ നിന്നാണ്. ഇവർക്ക് കോട്ടയത്തും അതുപോലെ നമ്മുടെ പാലായിലും ഷോറൂമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഡീറ്റെയിൽസോ അങ്ങനെ വണ്ടിയെക്കുറിച്ച് എൻഫീൽഡിൻ്റെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവിടുത്തെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് മിസ്റ്റർ ഇമ്മാനുവൽ, പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുള്ളി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ ഇതിൻ്റെ എക്സാക്ട് പ്രൈസും അതുപോലെ എന്തെങ്കിലും വേണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സൈനിങ് ഓഫ്. പുതിയൊരു വണ്ടിയുമായി പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.